നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗവർണറും സർക്കാരുമായുള്ള പോര് തുടങ്ങിയിട്ട് കാലമേറെയായി. അതിങ്ങനെ പല ഘട്ടങ്ങൾ പിന്നിടുകയാണ്. നാളെ ഇടുക്കിയിൽ ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF. ഈ ദിവസം തന്നെ ഇടുക്കിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നു. ഇതേ തുടർന്ന് ഇടുക്കിയിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് LDF. എന്നാൽ ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇത് വളരെ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയാണ് എന്നുള്ള നിലപാടിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിൽക്കുന്നു. കോൺഗ്രസും CPM-ഉം രണ്ടു പക്ഷത്തായി നിന്നുകൊണ്ട് ഇതിൽ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇതിൽ പരിഹാര നടപടികൾ ഉണ്ടാവുന്നില്ല. ഈ തർക്കം ഇങ്ങനെ തുടരുകയാണ്. ഇതിന് ഇനിയെങ്കിലും ഒരു പരിഹാരം വേണ്ടേ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനെത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഇപ്പോൾ നാളെ രാജ്ഭവൻ മാർച്ച് LDF നടത്തുന്നു. ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജ്ഭവൻ മാർച്ച്. ഈ ദിവസം തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇടുക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇടുക്കിയിൽ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പൊതുപരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നു. ഇതേ തുടർന്ന് നാളെ ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടതുമുന്നണി. എന്തായാലും തർക്കം രൂക്ഷമായി പോവുകയാണ്. ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം വേണ്ടേ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് സാറ് പറഞ്ഞ പോലെ ഇത് കുറെ കാലമായി ഇപ്പൊ ഇതിങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോ നമ്മളെ ഗവർണർ നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും അവര് ചെയ്ത് അവർക്കാണ് ബില്ലൊക്കെ കൊണ്ടുവച്ച് അത് ഒപ്പിടേണ്ട ചുമതല നമ്മളെ ബഹുമാനപ്പെട്ട ഗവർണർക്കാ. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ പുരോഗമനമൊക്കെ അവതാളത്തിലാവും പൊന്നാറിന്റെ സാറേ. അപ്പോ പിന്നെ നാളത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമരം കൊണ്ടേ വല്ല രക്ഷയും കിട്ടുമോ എന്നുള്ളതാണ് സമരം. സമരം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെയും മറ്റെല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ ഇന്ന് ഇടതുപക്ഷം തന്നെയാണ് ഉള്ളത്. ആ ഇടതുപക്ഷം ചെയ്യുന്ന സമരം ന്യായമാണ്. അപ്പോ ഇത് എന്നോ അതിനൊരു ഒത്തുറപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ശിവൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശിവൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗവർണർ സർക്കാർ പോലും ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഗവർണർ പക്ഷം പറയുന്നവരും സർക്കാരിന്റെ പക്ഷം പറയുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാവുന്നുമില്ല. നാളെ ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഇടതുമുന്നണി രാജ്ഭവൻ മാർച്ച് വെച്ച ദിവസം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ പരിപാടിയിൽ ഗവർണർ പോകുന്നു. എന്തായാലും രണ്ടു പക്ഷവും മുറുകി തന്നെയാണ്. ഇത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ഇത് ബായി കളിയാണ്. എന്തെങ്കിലും കേരളത്തില് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ ഗവർണർ എടുത്തും തുടങ്ങും, സർക്കാരും എടുത്തും തുടങ്ങും. അവസാനം ഇത് ഒത്തുതീർപ്പ് അവർ അന്തപുരത്തിൽ ഏതെങ്കിലും ഡൽഹിയിലുള്ള കേസിന്റെ ഡീലിലോട്ട് അവസാനിക്കും. ഇതാണ് ഇതിന്റെ യഥാർത്ഥമായ. താങ്കൾ പറയുന്നത് ഇവർ തമ്മിൽ അങ്ങനെ തർക്കമൊന്നുമില്ല, ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളി മാത്രമാണ്. ഒരു തർക്കമില്ല സാറേ. ശരി, അത് താങ്കളുടെ അഭിപ്രായം. നമുക്ക് മറ്റു പ്രശ്നങ്ങളുണ്ട്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ആലത്തൂരിൽ നിന്നും മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് തമിഴ്നാട് സർക്കാരിന്റെ പ്രശ്നമായിട്ട് സുപ്രീം കോടതിയിൽ നിന്നൊരു ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണത്. അവര് പറഞ്ഞത് അന്ന് ഇതിനെ നിങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സംസാരിച്ച് തീർക്കണമെന്ന് വേണ്ടി പറഞ്ഞു. അത് നല്ലൊരു കാര്യമായിരുന്നു. അപ്പൊ അതേപോലെ കേരളത്തിനോടും പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കേരളത്തോട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി രൂക്ഷമായ രീതിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പഞ്ചാബിലെ ഞങ്ങളുടെ വിധിയൊക്കെ താങ്കൾ വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വിധി വരുന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം പെട്ടെന്ന് ആ ദിവസം തന്നെ വിധി വരുന്നതിന് തൊട്ടുമ്പലത്തെ ദിവസം തനിൻ്റെ മുന്നിലിരുന്ന ബില്ലുകളെല്ലാം കൂടി നേരെ രാഷ്ട്രപതിക്ക് അയച്ച് മാറി നിൽക്കാനുള്ള ഒരു ശ്രമമൊക്കെ അദ്ദേഹം നടത്തിയത്. ശരിയാണ്. അത് നമ്മൾ ന്യായീകരിക്കുകയല്ല പറഞ്ഞത്. അല്ല, അതേസമയം ഈ മുഖ്യമന്ത്രിന്റെ കോടതികളിൽ നിന്ന് പല വിധികളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പരസ്യമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പൊ അതല്ല, ഇവര് തമ്മിൽ വേറെ ഇത് എന്താ പറയുക, വിടാക്കണ്ടൻ കൊടാക്കണ്ടൻ എന്നുള്ള കളിയാണത്. ഇത് ഇതൊന്നുമല്ല. അത് ശരിക്കും യഥാർത്ഥത്തിലുള്ള സംഭവം തന്നെയാണ് ഇവര് തമ്മിലുള്ളത്. എന്തൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത് താങ്കളൊരു പ്രയോഗം പറഞ്ഞല്ലോ, ഇത് വിടാക്കണ്ടൻ എന്ന് പറഞ്ഞു. വിടാക്കണ്ടൻ കൊടാക്കണ്ടൻ എങ്ങനെയാണ് അത്? ഈ വിടാക്കണ്ടൻ കൊടാക്കണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഇത് വിടൂല്ല കൊടുക്കൂല എന്നുള്ളൊരു നാട്ടുമ്പുറത്ത് പറയുന്ന ഒരു കാര്യമാണ്. ശരി, പാലക്കാടൊക്കെ പറയുന്ന അത്തരം വിടാക്കണ്ടൻ കൊടാക്കണ്ടൻ അല്ലേ? അതെ, വിടാക്കണ്ടൻ കൊള്ളാം. ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിലത്തെ ആളുകൾ കൂടി അവിടുത്തെ പ്രാദേശികമായ ഇത്തരം നാട്ടുമൊഴി വഴക്കങ്ങളൊക്കെ കേട്ട് പഠിക്കട്ടെ. നല്ലതല്ലേ?
അതെ അതെ അതെ. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാനൊരു പഴയ ഒരാളായതുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പൊ ശരി, ഇതിലെ ഇതാണ് ഈ ഇങ്ങനെയൊക്കെ സംഭവം. ആളുകൾ ഇത് ഇങ്ങനെയൊക്കെ ഭാഷാ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഭാഷയ്ക്ക് കൂടി അത് കുറെ കൂടി മെച്ചമാണ്, മറ്റുള്ളവർക്ക് കൂടി അത് മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. എന്തായാലും നമുക്ക് അതായത് മറ്റൊരു നല്ല നല്ല എന്താ പറയാ ഈ ശരി സാഹിത്യം മറ്റൊരു അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് കൂടി നല്ലൊരു നമുക്ക് ഭാഷയാണ് പോകേണ്ടതുണ്ട്. അത്. ഇടുക്കിയിൽ നിന്നും ജോസുകുട്ടിയാണ്. ശ്രീ ജോസുകുട്ടി, താങ്കൾ ഇടുക്കിക്കാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ വിഷയത്തിൽ കുറെ കൂടി കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിലാണ് അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ നടത്തുന്നത്. ആ ദിവസമാണ് ഇടുക്കിയിൽ ഗവർണറുടെ ഒരു പരിപാടി. അപ്പോൾ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. പരിപാടി നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കോൺഗ്രസും ഒക്കെ പറയുന്നു. എന്തായാലും LDF മറിച്ചും നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ആ ഭേദഗതിക്കകത്ത് 8 കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളാണ്. അത് വ്യക്തമാക്കണമെന്ന് ചീഫ് സെക്രട്ടറിയോടും വകുപ്പ് മന്ത്രിയോടും പറയാൻ നോക്കിയിട്ട് 2 കൊല്ലമായി. അത് പറഞ്ഞിട്ടില്ല. ഒന്നതുകൊണ്ട്. രണ്ടാം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് സാർ അറിയോ? തൊടുപുഴ. എവിടെയാണെന്നറിയാം? തൊടുപുഴ ഇടുക്കി ജില്ലയിലെ അങ്ങേയറ്റം കോട്ടയം ജില്ലയോട് ചേർന്ന് കിടക്കുന്നത്. ഇടുക്കി ജില്ല എന്ന് പറയുന്ന സ്ഥലം ബാക്കി മുകളിലെ മുക്കാ ഭാഗത്തുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണമുള്ളൊരു കാര്യമല്ല. ഇത് അറിയത്തില്ലാത്ത ജനങ്ങളോട് ഞാൻ പറയാം, ഇടുക്കി ജില്ലയുടെ ഒരു കോണി നടക്കുന്ന ഒരു സംഭവമാണ്. രണ്ട് എറണാകുളം കോട്ടയം ജില്ലയും കൂടെ ചേരുന്നോടത്ത് ഒരു തൊടുപുഴ എന്ന് പറഞ്ഞ സംഭവത്തിൽ നടക്കുന്നതാണ്. അവിടെ കൊണ്ട് ഇടുക്കിയിൽ തീരുവ. ഇത് കൂടുതൽ 3/4% ആൾക്കാർ നാളെ വെറുതെ കഷ്ടപ്പെടും എന്നുള്ളത് ഒരു കാര്യമില്ല. പിന്നെ ഗവർണർ വരുകയും ചെയ്യും, നടത്തുകയും ചെയ്യും, പോവുകയും ചെയ്യും. ഇതും കൊണ്ട് നഷ്ടം വരാൻ പോകുന്ന കുറെ കച്ചവടക്കാർക്ക് നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ഈ കച്ചവടമൊക്കെ മുങ്ങി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടേണ്ട ഒരു സമയമാണ്. അയ്യപ്പ കച്ചവടം കിട്ടേണ്ടതാണ്. ഈ കുമിളി നെടുങ്കണ്ടം പിന്നെ ഇതെല്ലാം നമ്മുടെ തമിഴ്നാടിന്റെ അതിർത്തിയാണ്. രാമക്കൽമേട് പിന്നെ കുമിളിയെ നെടുങ്കണ്ടം ഇതെല്ലാം ഇവിടുന്ന് ശരി, സാധാരണക്കാരുടെ ആ പ്രയാസങ്ങൾ കൂടിയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കുറെ കാലമായി ഇങ്ങനെ പോര് നടക്കുകയാണ്. അതിപ്പോൾ മറ്റു തലത്തിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. രണ്ട് പക്ഷവും അവരുടേതായ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരം വേണ്ടേ? സാറേ, ഇപ്പം രാജഭരണവും പിന്നെ സവർണാധിപത്യവും ഒക്കെ നമുക്ക് കഴിഞ്ഞുവെങ്കിലും വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ പല സ്ഥലങ്ങളും നടപ്പിലാക്കുന്നത്. ഇപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മള് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പൊ കോടതി പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്. നമ്മൾക്കറിയാം ഇദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും ഇപ്പൊ ജനവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന്. പിന്നെ ഭൂനിയമം എന്ന് പറയുമ്പം ഇപ്പൊ നമുക്ക് പല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, പക്ഷെ ഇപ്പൊ വനങ്ങൾ കയ്യേറി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇപ്പൊ വൻകിടക്കാർ വനങ്ങൾ കയ്യേറി കഴിഞ്ഞാൽ അത് ഒരിക്കലും പതിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അത് സർക്കാരിൻ്റെതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുയോജ്യമായിട്ട് നിന്നാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഗവർണർ കാണിക്കുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾക്ക് യാതൊരു കാരണവശാലും അത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തും നടക്കാത്ത ജനവിരുദ്ധപരമായ നടപടിയാണ് ഇദ്ദേഹം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹനാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ മോഹൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ഗവർണർ സർക്കാർ പോര് നടക്കുകയാണ്. കോൺഗ്രസിലെ ചിലരൊക്കെ പറയുന്നു ഇത് രണ്ടുപേരും തമ്മിൽ ഒത്തുകളിയാണെന്ന് പറയുന്നു. പക്ഷേ അല്ലാത്ത രീതിയിലുമൊക്കെ വലിയ പോരൊക്കെ നടക്കുന്നു. ഇതിന് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഒരു പരിഹാരം വേണ്ടേ? നമസ്കാരം. നമസ്കാരം. ഞാൻ എനിക്ക് പറയാൻ ഉള്ളത്, ഈ ഗവർണർ പിന്നെ പരിപാടി നിശ്ചയിച്ചതിന് ശേഷം ഗവർണറുടെ പരിപാടിക്ക് ശേഷം ഗവർണർ അവിടെ ഇന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇവർ ഈ പിന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യം, മര്യാദ ഇല്ലാത്ത കാര്യമാണ്. ഗവർണർക്കെതിരെ ഒരു സമരം രാജ്ഭവന്റെ മുന്നിൽ നാളെ അവർ നേരത്തെ പ്രഖ്യാപിച്ചു. അത് അവർക്ക് നടത്താമല്ലോ. അത് ഗവർണർ അവിടെ പിന്നെ ഉണ്ടാകണമെന്ന് ചട്ടമുണ്ടോ? ഗവർണർ ഞങ്ങൾ സമരം നടത്തുമ്പം നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നൊരു ചട്ടം പറയാൻ പറ്റുമോ? ഗവർണർക്ക് നേരത്തെ ഉള്ള ഒരു അസൈൻമെന്റ് അല്ലേ? അപ്പൊ ഇത് കാണിക്കുന്നത് വെറും മര്യാദകളെന്നുള്ളത്. അവര് ഈ ചിലപ്പോ നാട്ടും ഭാഷയിൽ തൂറി തോൽപ്പിക്കുക എന്ന് പറയുന്ന ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകണം. തിരുവനന്തപുരത്ത് നിന്നും ദീപുവാണ്. ശ്രീ ദീപു, കഴിഞ്ഞ കുറേ കാലമായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പലതരത്തിൽ നടക്കുകയാണ്. അതിപ്പോൾ ഇടുക്കിയിൽ മറ്റൊരു രൂപത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. രണ്ടു പക്ഷത്തും ഏറെ ന്യായങ്ങൾ പറയുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കപ്പെടണ്ടേ? അല്ല, ഇവിടെ നേരത്തെ ഈ സംഘപരിവാർ തന്നെ ഏർപ്പാടാക്കിയ ഒരു ഗവർണർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശ്രീ പി സദാശിവം. എന്ത് പ്രശ്നങ്ങളാണ് ഈ സർക്കാരും ആ ഗവർണറും തമ്മിലുണ്ടായിരുന്നത്?
അതേപോലെ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ടല്ലേ ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അവിടുന്ന് ഏതെങ്കിലും ഇൻഡാസ് കിട്ടി അവിടുന്ന് ഞാൻ ഈ സർക്കാരുകൾ, അതായത് BJP വിരുദ്ധ സർക്കാരുകളെയൊക്കെ വരച്ച വരെ നിർത്താൻ കഴിവുള്ളവനാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ജാടയാണ് ഇയാൾ കാണിക്കുന്നത്. അല്ലാതെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് സാധനം ഇയാൾ ചെയ്യുന്നത്? എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇയാളെ കൊണ്ടുള്ള ഗുണം എന്താണ്? എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിന് ഇയാളെ കൊണ്ടുണ്ടാകാം? ഇയാൾ ചെന്നിട്ട് കേരളത്തിന് എയറയിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് കടം തരുന്ന പരിധി കൂട്ടണം, അല്ലെങ്കിൽ ഇന്ന പദ്ധതി വേണം, ഇന്ന പദ്ധതിയിൽ വൈകി, എന്തെങ്കിലും ഒരു കാര്യം ഇയാളോട് പോയി പറയുന്നുണ്ടോ? ഇയാള് ഈ കൊടുക്കുന്ന ഈ പിന്നെ നമ്മുടെ ഈ നിയമസഭയിലെ ആദ്യത്തെ സെഷനിൽ വെക്കുന്ന സാധനം നയപ്രഖ്യാപനം വായിക്കുന്നു, അതും വായിക്കുന്നു. എന്ത് മനുഷ്യന്? അത് മാത്രമല്ല, ഇന്നത്തെ എന്താണ് LDF പ്രതിഷേധം വെക്കുന്നത്? LDF ഭൂപതിവ് ചട്ടം, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ സഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു ചട്ടമാണത്. ആ ചട്ടം നടപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അതിന് ഹിതകരമായിട്ട് കൃത്യമായി ജനങ്ങൾക്ക് അസൗകര്യമൊന്നും ഉണ്ടാക്കാതെ ഭൂപതിവ് നടത്താനുള്ള സംഭവം ഉണ്ടാക്കുമ്പോൾ അത് നിയമസഭ ഇദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുക. അതിനെതിരെ ജനങ്ങളുടെ സമരം അവിടെ നടക്കുന്ന, അല്ലാതെ ചുമ്മാ കട അടച്ചിട്ടുള്ള വെറുതെ ഉള്ള സമരമല്ല. ആ സമരത്തിന് ജനങ്ങൾ പ്രതിഷേധിക്കും. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നത് തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സർക്കാർ ഗവർണർ പോര് അതിപ്പോൾ ഇടുക്കിയിൽ ഹർത്താൽ രൂപത്തിലും നാളെ രാജ്ഭവൻ മാർച്ചും ഒക്കെ നടക്കുന്നു. എന്തായാലും അതിങ്ങനെ മൂർധന്യത്തിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഇത്രയും വലിയ മനുഷ്യരൊക്കെയാണ്, ഇവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയേണ്ടേ ഇനിയെങ്കിലും? നമസ്കാരം സാറേ, ഇത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു രൂപത്തിലേക്ക് വന്നേക്കുക. കാരണം ഇപ്പോ സുപ്രീം കോടതി വിധി വരുന്നതിന് തലേദിവസം പറഞ്ഞു അദ്ദേഹം രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയച്ചു. അപ്പൊ അതുവരെ ആ ബില്ലുകൾ കയ്യിൽ വെച്ചിട്ട് അദ്ദേഹം ഭരണഘടനാ മൂല്യങ്ങളെ എപ്രകാരമാണോ അത് കയ്യിലെടുത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവണില്ല. കാരണം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു കാര്യമില്ല. ആ ബില്ല് സുപ്രീം കോടതി അപ്പൊ തന്നെ പറഞ്ഞതിനെ തിരിച്ചയക്കണമെന്ന്. അതിന് ബദലായിട്ട് എന്തോ ചെയ്തു, ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗവർണറായിട്ടാണ് കാണുന്നത്. കാരണം എന്ത് കാര്യത്തിനും അതെ ഒരു പ്രത്യേക മുഖ്യമന്ത്രി തന്നെ വരണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. അതായത് ഈ ഭൂപതിവ് നിയമത്തിനനുസരിച്ച് റവന്യൂ മിനിസ്റ്ററും കൃഷി മിനിസ്റ്ററോ അവരൊക്കെ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വരണമെന്ന് പിന്നീടാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി എന്നോട് നേരിട്ട് വന്ന് പറയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബില്ലുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന് സുപ്രീം കോടതിയുടെ ആ വിധികൾ വരുന്നതിന് 2-3 ദിവസം മുന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് പറയേണ്ട സമയത്തല്ലേ പറയണ്ടത്? മുഖ്യമന്ത്രി വന്ന് പറയണം, അല്ലെങ്കിൽ ഇതിന് ക്ലാരിഫിക്കേഷൻ വരുന്നത് ആ ബില്ലുകൾ അയച്ച് ബില്ല് കയ്യിൽ കിട്ടുമ്പോഴല്ലേ പറയേണ്ടത്? വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം അതിന് പറയണത് സുപ്രീം കോടതി തന്നെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഭരണഘടനാ മൂല്യങ്ങൾ അറിയില്ല, പഞ്ചാബ് ആ വിധി ഒന്ന് എടുത്ത് പഠിക്കാനൊക്കെ പറയണം. അപ്പൊ സുപ്രീം കോടതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇദ്ദേഹത്തിന് ഭരണഘടനാ മൂല്യങ്ങളൊന്നും അറിയില്ല, അങ്ങനെയുള്ള ഒരു ഭരണഘടന മൂല്യം അറിയില്ല എന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് മറ്റ് പഞ്ചാബിലെ വിധി പഠിക്കണം എന്ന് പറഞ്ഞു. മൂല്യം അറിയില്ല എന്നൊരു പ്രയോഗം സുപ്രീം കോടതി നടത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. ഇത് വെറും പ്രഹസനവും ഒത്തുകളിയും മാത്രമാണ്. പഞ്ചാബിലെ വിധി പഠിക്കാൻ പറഞ്ഞെങ്കിലും അന്ന് തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വക പരിപാടിയല്ല ഞാൻ ഇവിടെ ചെയ്യുന്നെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓരോ ബില്ല് വരുമ്പോഴും പുള്ളി അതിന്റെ അദ്ദേഹം അങ്ങനെ കോടതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അദ്ദേഹം പബ്ലിക്കായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോടതി പറയുന്നതും തമ്മിലൊക്കെ വ്യത്യാസമില്ല. കോടതി കൃത്യമായി തന്നെ ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏത് ഗവർണറായാലും ആ വിഷയത്തിൽ ഗവർണർ അങ്ങനെ അത്തരം ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ, സർക്കാർ കൊണ്ടുവരുമ്പോൾ അക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിനെ മറികടക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ രാഷ്ട്രപതിക്ക് വിധി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാഷ്ട്രപതിക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി അയച്ചത്. ശരി, അത് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് കോടതി പറഞ്ഞിട്ടില്ല. ആ വിധി വായിച്ചു നോക്കാൻ പറഞ്ഞത് ഇദ്ദേഹത്തിനോടാണോ പറഞ്ഞത്? ഇദ്ദേഹത്തിന് അടക്കമുള്ള കേസ്, ഇദ്ദേഹത്തിനെതിരെ നൽകിയ കേസിലൂടെയാണ് പറഞ്ഞത് ആ വിധിയും വായിച്ചു നോക്കണം എന്നുള്ളത്. ഓക്കെ. എന്നാലും പല പ്രാവശ്യം മുഖ്യമന്ത്രിയോട് പല കാര്യങ്ങളും ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് മന്ത്രിമാരെ അയക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് പോരായിട്ട് ഒരു വിശദീകരണം നേരത്തെ തരാൻ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇറങ്ങിയില്ല. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിടിച്ചു വെച്ചു. ഈ കോടതിയിൽ നിന്നപ്പോൾ അയാൾ തിരിച്ചു വിട്ടു. പക്ഷെ ഇത് രണ്ടും ഒത്തുകളിയാണ്, വെറും ഒത്തുകളി, മനുഷ്യരെയും ജനങ്ങളെ പറ്റിക്കാനുള്ള ഒത്തുകളിയാണ്. ഈ ഗവർണറും സർക്കാരും തമ്മിൽ നടന്ന ഒത്തുകളിയാണ്. ഇവരെ കാര്യങ്ങൾ പരസ്പരം നടക്കുന്നുണ്ട്. ഒരു കാര്യവും നടക്കാതെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ശരി. ഇത് വെറും ഒത്തുകളിയാണെന്നാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദോഹയിൽ നിന്നും ദോഹയിൽ നിന്നും റാഫിയാണ്. ശ്രീ റാഫി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നാളെ രാജ്ഭവൻ മാർച്ച് പതിവ് ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജ്ഭവൻ മാർച്ച് LDF നടത്തുന്നത്. ആ ദിവസം തന്നെ ഇടുക്കിയിൽ ഒരു പരിപാടിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നു. പ്രധാനമായും ഇടുക്കിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടുക്കിയിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു LDF. എന്തായാലും ഈ പോരിങ്ങനെ തുടരുകയാണ്. ഇതിനൊരു അവസാനം വേണ്ടേ?
ആലത്തൂരിൽ നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് പറയാം. അതായത് ഈ ഇടുക്കിയുടെ പ്രശ്നം എന്ന് പറയണത് നമ്മളെ ഈ ചോറ്റിയിൽ നിന്ന് വന്ന് പണ്ട് കയ്യേറി വന്ന ലംബോദരനും MM മണി എന്നും പറഞ്ഞ 2 ടീമുകളുണ്ട്, ചേട്ടനും അനിയനുമാണ്. ഇവന്മാരവിടെ ഈ തമിഴ് വംശജരൻ ടീം എല്ലാം കൂടെ കൂട്ടി കയ്യേറ്റം നടത്തി ഈ പാവങ്ങളെല്ലാം പറ്റിച്ച് വെല്ലുവിളി. ഇയാളുടെ വായിന്ന് വരുന്നത് പുളിച്ച വൃത്തികേട് മാത്രമേ ഈ MM മണിയുടെ വായിന്ന് വരുള്ളൂ. പിന്നെ ഈ ഗവർണറെ ഇങ്ങേര് തെറി വിളിക്കുന്നത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ MM മണി എന്തിനാ തെറി വിളിക്കുന്നത്? മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ പിന്നെ ഒരു രസമുണ്ട്. വൃത്തികളല്ലാണ്ട് ഇയാൾ പറയില്ല. ഈ ഇതുമായിട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള വിഷയത്തിൽ MM മണിയോ ഒന്നും അല്ലല്ലോ ഇതിനകത്ത് വിഷയം. അത് സർക്കാരിന്റെ ഭാഗം തന്നെയാണല്ലോ. MM മണി സർക്കാരിന്റെ മുൻ മന്ത്രിയാണ്, അതോടൊപ്പം ഇപ്പൊ MLA അല്ലേ. പുള്ളി പൊളിച്ചു തെറി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അതായത് ഗവർണറുടെ ഭൂപതിവ് ഭേദഗതി നിയമം ബില്ല് എന്ന് പറയുന്നത് ഇടുക്കിയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഇടുക്കിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറയില്ല. അതും ഈ ഗവർണർ അതാണോ നോക്കേണ്ടത്? അല്ലല്ലോ. ഗവർണറുടെ നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നു. ഏതെങ്കിലും നിയമപരമായ ഇതിൽ നിന്ന് ഈ ഗവർണർ വീഴ്ച വരുത്തുന്നുണ്ട് ഗവൺമെന്റിനെ സമീപിക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങളില്ലേ. സമീപിച്ചപ്പോൾ ഗവർണറോട് തന്നെ സുപ്രീം കോടതി പറഞ്ഞല്ലോ ഇങ്ങനെയല്ല ഒരു ഗവർണർ പെരുമാറേണ്ടത്. അതെ, അത് ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അനുകൂലമായി പെരുമാറിയപ്പോൾ എന്തുകൊണ്ട് പിണറായി ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ? അനുകൂലമായ പല കാര്യങ്ങളും സാഹചര്യങ്ങളും വന്നപ്പോൾ ഒരക്ഷരം പിണറായി മിണ്ടാണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ CPM ഒരു അക്ഷരം മിണ്ടില്ല. അപ്പൊ ഗവർണർ കോൺഗ്രസ് അല്ലല്ലോ വിഷയം. ഒരു സർക്കാർ, ഒരു ജനകീയ സർക്കാർ ആരെയാണോ തെരഞ്ഞെടുക്കുന്നത് അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയെ തെരഞ്ഞെടുത്താൽ അവർക്കാണ് നമ്മളെ ഭരിക്കാൻ അവകാശമുള്ളത്. അവർ ഒരു ബില്ല് പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒപ്പിടുക, അല്ലെങ്കിൽ വിശദീകരണം ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല പറ്റില്ല. പിന്നെ ജനകീയ സർക്കാർ ഇതാണ് ജനകീയ സർക്കാർ. താങ്കൾ ദയവായി നമ്മുടെ ഭരണഘടന പറയുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ദയവായി കേൾക്കുക. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം കാണും. എന്തായാലും താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം കാണും. ആരാണ് ജനങ്ങൾ, ഭൂരിപക്ഷം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആരെയാണ്? താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം കാണും. എന്തായാലും ഏത് സർക്കാർ ആയിക്കോട്ടെ, അത് CPM ഓ കോൺഗ്രസോ BJP ഓ ആരായിക്കോട്ടെ, എന്തായാലും ഭൂരിപക്ഷം പേർ തെരഞ്ഞെടുക്കുന്നതാണ് സർക്കാർ. ആ സർക്കാരിനെ അംഗീകരിക്കുക, 5 വർഷത്തേക്ക് അംഗീകരിക്കുക എന്നുള്ളത് സാമാന്യമായ ഒരു രീതിയാണ്. അവരാണ് 5 വർഷത്തേക്കുള്ള ഭരണം തീരുമാനിക്കേണ്ടത്. അത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ നാട്ടിലെയും ജനങ്ങളാണ്. അതിനുശേഷം അവർക്കെതിരെ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം, പ്രതിഷേധിക്കാം. പക്ഷേ അത് ജനകീയമല്ല സർക്കാർ എന്ന് അത് ഒരു സർക്കാരിനെ കുറിച്ചും പറയാൻ കഴിയില്ല. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സർക്കാരുകൾ രൂപപ്പെടുന്നതും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗവർണർ സർക്കാർ പോലെ അതിൻ്റെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഒക്കെ കടക്കുകയാണ്. ഇടുക്കിയിൽ നാളെ ഗവർണർ പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ അന്ന് CPM-ന്റെ LDF-ന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു. എന്തായാലും ഈ പോര് ഇങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലമായി തുടരുകയാണ്. ഇതിനൊരു അറുതി വേണ്ടേ? ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ വെല്ലുവിളിക്കുക. ഇവര് നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഈ 2 കൂട്ടരും കൂടി വെല്ലുവിളിക്കുക. ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വടക്കൻ മലബാറിന്റെ ഭാഷയുണ്ട്, ഇന്ന് തിന്നിട്ട് എല്ലിനുള്ളിൽ കുത്തോന്ന് പറയും. ഈ ഇഷ്ടം പോലെ നാട്ടുകാരെ പണം കൊണ്ട് യുവമാരൊക്കെ ഇഷ്ടം പോലെ തിന്ന് പൊളച്ചിട്ട് ഇവർ ചെയ്യുന്നുണ്ടോ ഇവരെന്നെ അറിയുന്നില്ല. നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കല്ലേ ഇവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇവർ ഈ അമിത അധികാരം, അമിത ആനുകൂല്യം ഇത് ആദ്യം നിർത്തേണ്ടതാണ്. കാരണം ഇഷ്ടം പോലെ ഇവനൊക്കെ ആശുപത്രി രോഗം വന്ന ചികിത്സ നമ്മളെ വകയിൽ മുഴുവൻ അണ്ടർവെയർ വരെ നാട്ടുകാർ ചെലവ് വാങ്ങുക, എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിക്കുക. ഇത് ശരിക്കും നമ്മൾ ജനങ്ങളെ വിഡ്ഢിയാക്കുക. യുവന്മാരൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ ചിന്തിക്കുക, പണ്ട് ആ ഭഗത് സിംഗിനെ പോലത്തെ ആൾക്കാർ ഉണ്ടാകുന്ന പറയുന്നത് ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട പണി അതാണ്. ശരി, താങ്കളുടെ നിലപാട് ആണ് താങ്കൾ പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഗവർണർ സർക്കാർ പോര് മറ്റൊരു തലത്തിലേക്കൊക്കെ വീണ്ടും കടക്കുന്നു. അത് അവസാനിക്കാതെ പലതരത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും വാർത്തയായി തന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇടുക്കിയിൽ ഭൂപതിവ് ഭേദഗതി നിയമം ബില്ല് പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് LDF രാജ്ഭവൻ മാർച്ച് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദിവസം ഇടുക്കിയിൽ മറ്റു പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് LDF അവിടെ ഹർത്താൽ നടത്തുന്നു. എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ ജയരാജൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. ജയരാജൻ അല്ലേ? കൂത്തുപറമ്പിൽ നിന്ന് ശ്രീ ജയരാജൻ, താങ്കൾക്ക് പറയാം. ഇത് കുഴപ്പമില്ല, ഗവർണർക്ക് ഒരു കുഴപ്പമില്ല. ഇത് നവകേരള സദസ്സിന്റെ പരാജയങ്ങളൊന്നും മൂടി വെക്കേണ്ടിയിട്ടില്ല പരിപാടിയാണ്. താങ്കൾ പറഞ്ഞോളൂ. നവകേരള സദസ്സിന്റെ പരാജയം മൂടി വെക്കാനുള്ള പരിപാടിയാണ്. ഗവർണർ വേണ്ടത് ഇവരെ ചട്ടുകത്തിനൊത്ത ഗവർണർ വേണമെന്നുള്ള ചിന്തയാണ് ഇവരെ ഉള്ളത്. താങ്കൾ പറയുന്നത് ഗവർണർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണല്ലേ? അതെ, ശരി തന്നെയാണ്. ഇവർക്ക് കണക്കായ ഗവർണർ വേണം. തുള്ളയുടെ രാമ തുള്ളി എന്ന് പറയുന്ന പോലെ കൊരകരെ കൊണ്ട് തുള്ളിക്കും പോലെ തുള്ളുന്നത് വേണം. അതാണ്
ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. മറ്റൊരു പ്രശ്നമുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നും റഷീദാണ്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പോരിന് ഒരു അറുതി വേണ്ടേ? ഒരേ തോൽ പക്ഷികൾ എന്ന് തന്നെ വിശേഷിക്കാവുന്ന രണ്ട് ഭരണ കേന്ദ്രങ്ങൾ, രണ്ട് ഭരണ തലവന്മാർ. യഥാർത്ഥത്തിൽ ഈ അധികാരം വന്നു കഴിഞ്ഞാൽ അഹങ്കാരവും അഹന്തയും താൻപോരിമയും വന്നു കഴിഞ്ഞാൽ, അവർ കുടിയേറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇവര് വിളിച്ചു പറയുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരിന്റെ മുഖ്യ കാരണം എന്ന് തന്നെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതല്ലേ ഇന്നത്തെ ഈ ഒരു വല്ലാത്തൊരവസ്ഥ. ശരി, അങ്ങനെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊക്കെ ഇവരെ രണ്ട് ഭരണാധികാരികളെ പരിഹസിക്കുന്ന രൂപത്തിൽ, പരിഹാസ്യരാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്നും സാലിയാണ്. സാലിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാലിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുണ്ടെന്ന് തോന്നുന്നു. അനിൽകുമാറാണ് കന്യാകുമാരിയിൽ നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഈ ന്യൂസ് പേപ്പറിലെ കാണാനാണ്. ശരി, കുറെ ദിവസം കൊണ്ട് കേരളത്തിൽ ഇതുപോലെ ഗവർണറും CM ആയിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ സംസ്ഥാനത്തും ഇത് സമാനമായ വിഷയങ്ങളൊക്കെ ഉണ്ടായല്ലോ? ഉണ്ടായിരുന്നു സാർ. പക്ഷെ ഇവിടെ ഈ ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ജീവിക്കാനുള്ള വഴി ഇതെല്ലാം ഉണ്ട്. യാത് ഗവൺമെന്റ് ഇവിടെ ജീവിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. കാരണം കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഒന്നുമില്ല കേരളത്തിൽ. അത് നേരാണ്. കൃഷി തമിഴ്നാട് അളവിൽ ആ സമയത്ത് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്ത് പറയാ, നിങ്ങളെ കേരള CM വന്ന് ഒരു 3 പടി ഇറങ്ങണമെങ്കിൽ ലിഫ്റ്റ് വെച്ച് ഇറങ്ങുള്ളൂ. അതാണ് അവിടുത്തെ കണ്ടീഷൻ ആണല്ലോ. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇല്ല സാർ, അത് സത്യമാണ്. കാരണം അവിടെ ജീവിക്കാൻ വഴിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കുള്ളത് ചെയ്തു കൊടുക്കുക. അത് വിട്ടിട്ട് ആളുകൾ വന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നത് കേരളത്തിലാണ്. ഇല്ല, ഞാൻ തമിഴ്നാട്ടിലാണ്. തക്കലെന്ന് പറയും. പഴയ കേരളമാണ് ഞങ്ങളെ ഏരിയ, തിരുവിതാംകൂർ. അത് ശരിയാണ്. പക്ഷേ കേരളത്തിലേക്കാണ് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ ധാരാളം. ഒറീസയിൽ നിന്നും, ബംഗാളിൽ നിന്നും, ആസാമിൽ നിന്നും എല്ലാം നിരവധി ആളുകളാണ്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് വരുന്ന ആളുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്ന് പണിയെടുത്ത് ജീവിക്കുന്നത്. ഇല്ല സാർ, അത് വന്ന് ആൾക്കാർ പണിയെടുക്കാൻ പറ്റുന്നില്ല, അവർ പണിയെടുക്കുന്നില്ല. അതുകൊണ്ടാണ് എന്തായാലും താങ്കൾ അങ്ങനെ കരുതിക്കൊള്ളുക. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് കൊച്ചുവേളിയിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ജനാധിപത്യത്തെ മാനിക്കാത്ത രണ്ട് കൂട്ടർ നടത്തുന്ന നാടകമാണിത്. ഇവിടെ ഒരു സ്ഥലത്ത് രാഷ്ട്രീയ തീവ്രവാദികൾ, ഒരു സ്ഥലത്ത് മത തീവ്രവാദികൾ. ഇവർ തമ്മിൽ നടക്കുന്ന വടംവലിയാണ് യഥാർത്ഥത്തിൽ ഈ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണറെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ട്, ഇവിടെ ഗവർണറെ ഹാജരാക്കാൻ വേണ്ടി വേറൊരു കൂട്ട്. ഈ രണ്ട് കൂട്ടുകൾ നടത്തുന്ന പരസ്പരം വടംവലിയിൽ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഇതിനെന്തെങ്കിലും ഒരു എനിക്ക് തോന്നുന്നില്ല. കാരണം ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണ്. കമ്മ്യൂണിസത്തിന് ഒരിക്കലും ജനാധിപത്യത്തിന് അടുത്ത് പോകാൻ പറ്റത്തില്ല. ഇന്നത്തെ പോലെയാണ് ഇപ്പോഴത്തെ BJP സർക്കാർ. ഇതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകണം. എറണാകുളത്ത് നിന്നും ബിജോ ആണ്. ശ്രീ ബിജോ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കുറെ കാലമായി ഇവർ തമ്മിൽ ഇങ്ങനെ പോരടിക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരാണ്. അവരെങ്കിലും ഈ പോര് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ശ്രീ ഭാസ്കരനാണ് മുംബൈയിൽ നിന്നും. ശ്രീ ഭാസ്കരൻ, താങ്കൾക്ക് പറയാം. ഇവിടെ ഇല്ലാത്ത ഈ ഒരു പ്രോബ്ലം കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ്? ഗവർണർ ചെയ്യേണ്ടത് പക്ഷെ ഗവർണർ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അംഗീകരിച്ചില്ല? ഗവൺമെന്റ് പറയുന്നത് മുഴുവൻ ഗവർണർ ഒപ്പിട്ട് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണത്? അതെല്ലാം അവരുടെ കീഴിൽ അവര് പറഞ്ഞ പോലെ എന്ത് നടക്കണമെന്നോ? ഗവർണറും സർക്കാരുമായിട്ടുള്ള പ്രശ്നം കേരളത്തിൽ മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ മാത്രമല്ല, ശരിയാണ്, വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും കൂടി ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇതുപോലുള്ള ഒരു പോര് വേറെ എവിടെയും കാണുന്നില്ലല്ലോ. പശ്ചിമ ബംഗാളിലൊക്കെ ഇതിനും സമാനമായും ശക്തമായതുമായ പോര് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ നടക്കുന്നതാണ്. ശരി, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടെ. പ്രകാശനാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രീ പ്രകാശൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവർണർ എല്ലാം കറക്റ്റാണ്, അല്ലാണ്ട് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് താങ്കൾ ഒന്നുകൂടി പറയുമോ? അതെ, ഇത് കൊടുങ്ങല്ലൂരിന്ന് അതെ, ഈ ഗവർണർ ചെയ്യാണ് ശരി.
അല്ലാണ്ട് ഇവര് ചട്ടത്തിൽ പറയാൻ പറ്റില്ല. ഗവർണർ ചെയ്യുന്നതാണ് പൂർണ്ണമായും ശരിയെന്നാണ് താങ്കളുടെ അഭിപ്രായം? അതന്നെ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ജോൺ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഗവർണറിന്റെ നമ്പറിലാണ് വിളിച്ചത്. ഇപ്പം പ്രേക്ഷകർക്ക് ഗവർണറുടെ നമ്പറിലല്ല, ന്യൂസ് 18 നമ്പറില്ല. എനിക്ക് പറയാനുള്ളത് ഗവർണർ ഈ പോക്കാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം 4-3 തുണ്ടായിട്ട് മാറ്റും. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നും കൊളത്തൂർ പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഗവർണർ ഈ പോക്കാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം 2-4 തുണ്ടായിട്ട് മാറ്റും BJPയുടെ നേതൃത്വത്തിൽ. ഒരു സംശയവുമില്ല. ശരി, കേരള സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഇതിനെന്താണ് ബന്ധമെന്ന് മനസ്സിലായില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ഒരു നിയമവും ഗവർണർ പാലിക്കുന്നില്ല. ശരി, എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗവർണർ അങ്ങനെയല്ല പെരുമാറേണ്ടത്. സർക്കാരിൻ്റെ ബില്ലുകളും നിയമങ്ങളും ഒക്കെ പാസ്സാക്കാൻ വേണ്ടി അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഗവർണർ അനാവശ്യമായ വാശി പിടിക്കുകയാണ്, കേരളത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അതല്ല, ഗവർണർ പറയുന്നതിൽ ഒരുപാട് ശരിയുണ്ട്, അത്തരം കാര്യങ്ങളിനകത്ത് സർക്കാർ കുറെ കൂടി ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഈ പ്രശ്നം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് പറഞ്ഞ പ്രേക്ഷകരുമുണ്ട്. എന്തായാലും വൈവിധ്യമായ അഭിപ്രായങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കളിപ്പാട്ടങ്ങൾ